നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 167ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സാഹിത്യകാരനായ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ ശ്രീ എം സുകുമാരനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ശേഷക്രിയ എന്ന ഒറ്റ സൃഷ്ടി മതി അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ. നിരവധി കഥകൾ സിനിമയായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശേഷക്രിയ എന്ന സൃഷ്ടിയാണ്. സംഘഗാനം എന്നതും വളരെ മികവുറ്റതാണ്. ശേഷക്രിയയുടെ ഷൂട്ടിങ് തമ്പാനുള്ള ഗാന്ധാരി അമ്മൻകോവിൽ റോഡിലെ ദേശാഭിമാനി പത്രത്തിൻ്റെ കെട്ടിടത്തിന് അടുത്തുള്ള ഒരു വീട്ടിൽ വെച്ചാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ഹാലോജൻ ലൈറ്റുകളും ജനറേറ്ററിൻ്റെ സൗണ്ടും നിരവധി ആളുകളുടെ പരിശ്രമങ്ങളും ഒക്കെ ഷൂട്ടിങ്ങിന് വേണ്ടി നടക്കുമ്പോൾ അതിലെ നായകനായിരുന്നു ശ്രീ ജോൺ സാമുവൽ. അദ്ദേഹത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ഇടയ്ക്ക് കാണുകയും ഉണ്ടായി. പക്ഷേ ശേഷക്രിയയുടെ ചിത്രീകരണ സമയത്ത് ശ്രീ എം സുകുമാരൻ അദ്ദേഹം അവിടെ ഒരു ചാരി കസേരയിൽ കിടക്കുന്നതാണ് കണ്ടത്. അങ്ങനെ ഞാൻ പോയി കണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചു. എഴുത്തിനെ പറ്റിയും മറ്റും ഒരുപാട് നേരം, ഒരു 10-20 മിനിറ്റ് ഒറ്റ തവണയെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞിട്ടുള്ളൂ. എങ്കിലും അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം ഒന്നിനൊന്ന് മികവുറ്റതാണ്. അന്ന് കണ്ട് സംസാരിക്കുമ്പോൾ പിന്നീട് അദ്ദേഹത്തെ കാണാൻ കഴിയില്ല എന്നൊന്നും ചിന്തിച്ചിട്ടേയില്ല. പഴവങ്ങാടിയിലെ ബ്രാഹ്മണത്തെരുവിൽ അദ്ദേഹം എത്രയോ കാലങ്ങൾ വസിച്ചു. എന്തോ എങ്ങനെയോ ഏതോ വീണ്ടും അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ മലയാള സാഹിത്യ ചരിത്രത്തിലെ ഒരു വലിയ വസന്തം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ കാലഘട്ടം. നിങ്ങൾ കാണുമല്ലോ.